നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല കേട്ടോ, ഡിന്നറിന് വേണമെങ്കിൽ ഡിന്നറിനും കഴിക്കാം, കുട്ടികൾക്ക് അതുപോലെ സ്കൂളിലേക്ക് കൊടുത്തു വിടാം. കറിയൊന്നും ആവശ്യമില്ല, നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 2 ദിവസത്തേക്കൊക്കെ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. വേറെ ഒന്നുമല്ല, ഒരു പാൻ കേക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണ പാൻ കേക്കിന് മൈദയാണ് ഉപയോഗിക്കാറുള്ളത്, അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് ഉപയോഗിച്ച് കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പാൻ കേക്ക് ഉണ്ടാക്കി, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളതെന്ന്. ഇതിനായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് മൈദയാണ്. അപ്പോൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര മധുരത്തിനായിട്ട് എടുത്തിട്ടുണ്ട്, അതുകൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. ഇനി ഇതിന് നമുക്ക് വേണ്ടത് 2 പഴമാണ്. നമ്മൾ റോബസ്റ്റ പഴമാണ് എടുക്കുന്നത്. ചെറിയ പഴം ഉണ്ടെങ്കിൽ ചെറിയ പഴവും എടുത്താലും കുഴപ്പമൊന്നുമില്ല, നേന്ത്രപ്പഴമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതുകൂടെ നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത് ഒന്ന് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി മുട്ടയുടെ മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഏലക്ക ചേർത്താലും മതി. പിന്നെ നമ്മൾ ചേർക്കുന്നത് പാലാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 3/4 കപ്പ് പാലും കൂടെ ചേർത്തു. ഇനി ഇത് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നല്ലപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് നല്ല ഉരുക്കിയ ബട്ടറാണ്, അതുകൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതും വീണ്ടും നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റാം നമുക്ക്. അപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂണ് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് പരത്തി കൊടുക്കൊന്നും വേണ്ട, വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. 2 സൈഡും നന്നായി വെന്ത് വരണം. അപ്പോൾ ഇതൊരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂണ് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് പരത്തി കൊടുക്കൊന്നും വേണ്ട, വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. 2 സൈഡും നന്നായി വെന്ത് വരണം. അപ്പോൾ ഇതൊരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ട് എന്ത് എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.